ശനിയാഴ്ച വൈകുന്നേരമായാൽ തന്നെ നമുക്ക് നാളത്തെ പ്ലാനിങ് കഴിക്കാറാം. നാളെ ഇപ്പോൾ ഞായറാഴ്ചയാണല്ലോ, എന്താ ചെയ്യുക, എങ്ങോട്ട് പോകാമെന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ഒന്നും നോക്കിയില്ല, താത്താൻ്റെ വീട്ടിലേക്ക് നേരെ വിട്ടു. അല്ലെങ്കിൽ പെരിന്തൽമണ്ണക്ക് എന്തെങ്കിലും വേണ്ടിയിട്ടൊന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകണം. ഞായറാഴ്ച നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു സമാധാനം കിട്ടണം പിറ്റേ ദിവസം. അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ആഴ്ചയിൽ 6 ദിവസവും പെരിന്തൽമണ്ണ തന്നെ ആയതുകൊണ്ട് ബാക്കിയൊരു ദിവസം നമ്മൾ അങ്ങോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ആ ഒരു വൈബ് കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ വേറെ റൂട്ട് തിരിക്കണ്ടേ. ഇവളോട് പിന്നെ ഞങ്ങൾ നാളെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ കുറച്ച് സൂചന കൊടുത്തായിരുന്നു. വീട്ടിൽ നിന്ന് പിന്നെ ഇവിടെ വീട്ടിലേക്ക് വരാൻ അത്ര വലിയ ഇതൊന്നുമില്ല, ദൂരവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പോയി വരാൻ കുറച്ചൊക്കെ ഈസിയാണ്. ഞാൻ പിന്നെ ഒരു ഇൻട്രോവേർട്ട് ആവുകൊണ്ട് ഒറ്റയ്ക്ക് വരില്ലേ, എപ്പോഴേക്കും ആണെങ്കിലും എൻ്റെ നാത്തൂനും ഒപ്പം ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പം വേണമല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ചടക്കൂലേ. ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടണമെങ്കിൽ അതൊരു രസമല്ലേ. ഞാൻ പിന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് കൂട്ടലുണ്ട്. അങ്ങനെ എവിടേക്കും ഒറ്റയ്ക്ക് പോയിട്ടുള്ളൊരു ശീലമോ കാര്യങ്ങളൊന്നും എനിക്കില്ല ഇതുവരെ. അങ്ങനെ പോയിട്ടില്ല, പോവില്ല തോന്നുന്നുണ്ട്. എവിടേക്കാണെങ്കിലും ഞാൻ എൻ്റെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പോന്നിരുന്നു. ചായ കുടിയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. പിന്നെ ഇവിടെ എത്തിയൊക്കെ കുറച്ച് സമയമായല്ലോ, ഏകദേശം ഒരു ചായൻ്റെ ടൈം തന്നെയായിരുന്നു, 10-10:30 ആയപ്പോൾ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഇവിടുന്ന് ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഞാൻ തന്നെയാണ് ചായയൊക്കെ ഉണ്ടാക്കി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 10 ആളാണല്ലോ, പിന്നെ ചായ ഉണ്ടാക്കുക, കടി എടുക്കുക, തിന്നുക, കാര്യങ്ങളൊന്നും പിന്നെ നോ കോംപ്രമൈസാണ്. അതൊക്കെ പിന്നെ അങ്ങനെ ആ ഒരു വഴിക്കാൻ നടന്നോളും. ഇവലെ രാവിലത്തെ ചായയും കടിയും, രാവിലത്തെ കടി നൂൽപുട്ടാണ്. അതിലേക്ക് തേങ്ങ ചിരകിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിൽ ചായ ഒഴിച്ചിട്ട് കുടിക്കാൻ തോന്നുന്നുണ്ട്. ഞങ്ങളൊന്നും അവിടെ അങ്ങനെ നോക്കലില്ല, അധികം അവിടെ കറിയൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തേങ്ങ അതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ട് ചായയും കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ക്ലൈമറ്റിന് അടിപൊളിയായിരുന്നു. ഞാൻ 2 വട്ടം കഴിച്ചു. ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി ഫുഡിന് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യം നോക്കലായിരുന്നു. മമ്മാനെ പറ്റുള്ളൂ, ഞങ്ങളെ പറ്റൂലേ? ആ, എന്താ ഞങ്ങൾ വന്നിട്ട് എനിക്കൊരു മൈൻഡ് ഇല്ലാത്ത പോലെ തോന്നിയല്ലോ? ഇഷ്ടപ്പെട്ടിട്ടില്ല? ഞങ്ങൾ വന്നപ്പോൾ എന്താ വെച്ചാൽ വലിയ മൈൻഡ് ചെയ്യാത്ത പോലെ. മൈൻഡ് ചെയ്താൽ എനിക്ക് തന്നു. ഞങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെ കൊണ്ടുവന്നിക്കണ അറിയോ? അത് താത്താൻ്റെ കുട്ടി കളിക്കാൻ പോയിക്കായിരുന്നു. കളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾ വന്നത് കണ്ടേക്കണം കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പച്ചക്കറിക്കടയിലേക്ക് നോക്കുന്ന പോലെ ഉണ്ട്. ബിരിയാണിക്കുള്ള പരിപാടി പിന്നെ ഓല് രണ്ടാളും പാടെ ശരിയെന്ന് കേട്ടോ. ഞങ്ങൾ വന്നോണ്ട് സദന നല്ല ബിരിയാണി വെച്ചുകൊണ്ടു. പക്ഷെ ഞാനാണ് സംഭവമൊക്കെ ഉണ്ടാക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തത് ഞാനാണ്. അവൾക്ക് ബിരിയാണി വെക്കാൻ വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളാണ്. ബാക്കി എല്ലാതും ഉണ്ടാക്കും, ബിരിയാണിക്ക് ഞാനോട് വരണം. അവൾക്ക് ബിരിയാണി തിന്നണമെന്ന് പുതിയാവാണെങ്കിൽ ഞാൻ വന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കലുണ്ടോ. അതൊക്കെ വെറുതെ തള്ളി മറിച്ചതാണ് കേട്ടോ ഗൈസ്. ഞാൻ ഒന്നും വെക്കൊന്നുമില്ല. ഇവൾ തന്നെയാണ് ബിരിയാണിയും ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തിക്കണം. എനിക്കിതിനെ പറ്റിയിട്ടുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. നന്നായിട്ട് കഴിക്കും. ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് രണ്ടാൾക്കുള്ളൊരു പ്രത്യേകതയാണ്. ഓല് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ക്യാമറ കൊടുന്ന് വെച്ചിട്ട് അതിങ്ങനെ കഴിച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊന്നും പറഞ്ഞാണ് ഒരു ഇതെടുക്കണം കേട്ടോ. അതെന്തായാലും മസ്റ്റാണ്. എന്നിട്ട് അതൊന്ന് എടുത്ത് തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ പിന്നാലെ വന്നതാണ്. മറ്റാൾ പിന്നെ ഫുഡ് കഴിക്കണതിൻ്റെ മുന്നേ തന്നെ എങ്ങനെയുണ്ട് ചോദിച്ചാൽ അപ്പം തന്നെ സൂപ്പറാണ് എന്ന് പറഞ്ഞ് കാണിച്ചു തരും. കുട്ടികൾക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത് കേട്ടോ. എൻ്റെ വീഡിയോയിൽ അധികം മുഖം കാണിക്കാത്ത ഒരാൾ ബനി മാത്രമാണ് താത്ത. വയറ് നിറച്ച് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഉറങ്ങണമല്ലോ. അപ്പോൾ ഞാൻ നേരെ റൂമൊക്കെ വന്നിട്ട് ഉറങ്ങാനുള്ള പരിപാടി തുടങ്ങി. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഉറങ്ങാനുള്ള ഒരു ഇത് കിട്ടിയില്ല കേട്ടോ. എന്ത് കെട്ടിട്ടും ഉറക്കം വരുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ നീച്ചിരുന്നിട്ട് അങ്ങനെ അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ വെറുതെ മറിച്ച് നോക്കിയിട്ട് അങ്ങനെ ഇരുന്നു. നമ്മൾ പിന്നെ ഇവിടെ ഉറങ്ങാനല്ലല്ലോ വന്നിക്കണ്, ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചധികം നേരം പുസ്തകം അങ്ങനെ വായിച്ച് നോക്കി. ഓൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ രസമുണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഞാൻ ചിന്തിച്ച് അങ്ങനെ ഇരുന്ന് കൂട്ടി. പിന്നെയാണ് നമ്മളെ മെയിൻ ടീമുകൾ അങ്ങോട്ട് ലാൻഡ് ചെയ്തത് കേട്ടോ. എൻ്റെ കുട്ടിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെ താത്താൻ്റെ കുട്ടി കളിക്കാണ്ട്. അപ്പോൾ ഓളെ കൂടെ ഇവൾ നല്ല അടിപൊളിയായിട്ട് നേരം കളഞ്ഞു. എടാ, ഉച്ചക്ക് ചോറിന് കഴിഞ്ഞാൽ ഉറങ്ങണം, സ്കൂളിൽ നിന്ന് ഉറങ്ങണം ഉച്ചക്ക് ചോറിന് കഴിഞ്ഞാൽ. എനിക്കെന്തായാലും ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സങ്കടം മാറ്റിയിട്ട് ഓരോട് ഉറങ്ങാനുള്ള ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ഉച്ചയ്ക്ക് എന്തായാലും ഉറങ്ങണം, ഉറങ്ങിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം മോട്ടിവേഷൻ കൊടുത്തായിട്ട് കയറ്റി വെച്ചു. പക്ഷേ ടി വിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോലെ കോൺസെൻട്രേഷൻ ഫുൾ അതുമ്മലാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം ഉപ്പ കൊണ്ടുവരാൻ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരോടും റെഡി ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ മാറ്റാൻ തുടങ്ങിയായിരുന്നു. ഒരു 6 മണി 7 മണി ആ ഒരു സമയത്താണ് ഇപ്പോൾ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു 4 മണിയായിരുന്നു. പക്ഷെ ഇവർക്ക് കളിച്ചിട്ട് തീരെ സമയം കിട്ടിയിട്ടില്ല, ഇനിയും കുറച്ചും കൂടെ കളിക്കാണ്ട് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ നല്ല പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനറിയാതെ ഇവളെ എന്ത് ചെയ്തു, എൻ്റെ ലിപ്സ്റ്റിക് അങ്ങോട്ട് മാറ്റി വെച്ചു. അതില്ലാതെ ഞാൻ എന്തായാലും പോകില്ല എന്ന് ഇവൾക്ക് അറിയുന്നോണ്ടേ കാരണം അത് ആദ്യം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എൻ്റെ ആ പോക്ക് അങ്ങോട്ട് ക്യാൻസലാക്കി.
പിന്നെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ രാത്രിയായി, ഒരു 9 മണിയായിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പോരാൻ നേരത്ത് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയിൽ കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അപ്പോൾ നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും ബൈ.